ഹമാസിനെതിരെ തിരിയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ വലിയ പ്രശ്നമുണ്ടാകും 100%. അവിടെയുള്ള ജനങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ തിരിയും. ചിലപ്പോൾ ആ തിരിഞ്ഞു കഴിഞ്ഞ് ആ സമയത്ത് പാകിസ്ഥാൻ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരി പോലും താഴെ പോകാൻ സാധ്യതയുണ്ട്. കാരണം പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അവിടെ ഇലക്ഷൻ പോലും പ്രോപ്പറായിട്ട് നടത്തില്ല. റിഗ് ചെയ്ത് മറ്റുള്ള രീതിയിൽ ആരെങ്കിലുമൊക്കെ പിടിച്ച് പ്രധാനമന്ത്രിയാകുക. അതിന് പട്ടാളത്തിൻ്റെ സപ്പോർട്ട് അല്ല, വല്ലാത്ത ഏച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനകത്ത് പട്ടാളത്തിന് സുപ്രധാനമായ ഘടകമുണ്ട്. ഇത് രണ്ടും കൂടി അടിക്കുകയും ഈ ഹമാസിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായിട്ട്, ഐദർ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം, രണ്ട് നിന്നാലും പ്രശ്നമാണ്. അതിന് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ അടിക്കും, അമേരിക്ക എതിർക്കും. അനുകൂലമായിട്ട് ഹമാസിന് അനുകൂലമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഗ്ലോബൽ പ്രശ്നമുണ്ടാകും. ഇനി എതിർത്ത് കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തെ പ്രശ്നമായി. ഇതാണ് ട്രാപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ട്രംപ് എന്ന് പറഞ്ഞ ബിസിനസ്സുകാരുടെ തലയിൽ ഉദിച്ച ബുദ്ധി എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കണം. അയാൾക്കൊരു പോറലും പറ്റിയില്ല. അവരെ കൊണ്ടാക്കി അവർ ചോദിച്ച പണം കൊടുത്തു. അവന്മാരെ കിടന്ന് അടിക്കുകയോ തോൽക്കുകയോ ചെയ്തോട്ടെ. ഇതിനകത്ത് ഇസ്രായേൽ കാണിക്കുന്നതിന് സംഭവമുണ്ട്. അവർ ഗേറ്റ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിരിക്കുന്ന ഗാസയിൽ വന്നിരിക്കുന്ന പലസ്തീൻകാർക്ക് വേണമെങ്കിൽ മറ്റുള്ള രാജ്യത്തോട്ട് പോകാം. അതിന് പണവും കൊടുക്കുന്നുണ്ട്. അവസാനം 4-5 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഗാസയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ പട്ടാളക്കാരുൾപ്പെടെ അവിടെ തമ്മിലടിയും ബഹളവുമായി അവസാനം കുളമായി. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഏതെങ്കിലും രാജ്യത്ത് ഇസ്ലാമിക പട്ടാളം, അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ പട്ടാളം പീസ് കീപ്പിംഗ് ഫോഴ്സായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ രാജ്യവും ആ പട്ടാളം ഉൾപ്പെടെ തൊലഞ്ഞ ചരിത്രമാണ് ഇന്ന് ലോകത്ത് മുമ്പിലുള്ളത്. അത് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. ഇവിടെയും അത് കാണും. അത് കണ്ടു കഴിയുമ്പോൾ പല അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലാകുന്നത് അവരെ കൊണ്ട് ഇതിനൊന്നും കഴിയാത്ത കാര്യങ്ങളാണ് അവർ ഏറ്റെടുക്കുന്നത്. അവർ പുറമേ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ പറ്റുകയുള്ളൂ. അവസാനം കാണാൻ പോകുന്നൊരു പൂരമെന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമി ചീഫും പാകിസ്ഥാൻ പട്ടാളവും എങ്ങനെയാണ് ഗാസയിൽ പോയി പൊരിയുന്നത്. അത് വരാനുള്ള ദിവസം വളരെ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരും.